ഹലോ, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് ഫ്രൈഡ് റൈസും കുറച്ച് വിശേഷങ്ങളൊക്കെ ആവാം ഇന്നലത്തെ വ്ലോഗിൽ. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം അരിഞ്ഞതാണ് ആദ്യം കാണിച്ചത്. കുറച്ച് ചിക്കനും കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും പിന്നെ ഈ സോയാ സോസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് സ്ട്രെയിനറിൽ വെച്ചിരിക്കുന്നതാണ്. ആദ്യമായിട്ടാണ് ഞാൻ സ്ട്രെയിനറിലൊക്കെ ഇങ്ങനെ വെച്ച് ഒന്ന് അരിയൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വെക്കുന്നത് കേട്ടോ. ശേഷം ഞാൻ ഒരു പാനിലേക്ക് ഒരു വലിയൊരു ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഗോൾഡ് വിന്നർ എണ്ണയും കുറച്ച് സവാളയും കുറച്ച് വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് സോട്ടാക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടാം, പക്ഷെ ഞാൻ ഉപ്പിട്ടിട്ടില്ല. ജസ്റ്റ് അതിനനുസരിച്ച് തന്നെ ഒന്ന് സോട്ടായി കിട്ടിയിട്ടേ വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ അതിനുശേഷം കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് മുഴുവനും ഇട്ട് ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിൽ ഞാൻ ഉപ്പിടുന്നുണ്ട്. കാരണം ഇത് വേവുന്ന സമയത്ത് തന്നെ ഉപ്പ് അതിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ റൈസിൽ മാത്രം നമുക്ക് ഉപ്പുണ്ടായോ നോക്കിയാൽ മതി. പിന്നെ ഞാൻ ചേർക്കുന്ന വേറൊരു ഐറ്റമാണ് ക്യാപ്സിക്കം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രീൻ പീസ്. നമുക്ക് നോർമൽ പട്ടാണിക്കടല വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ രാവിലെ തന്നെ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ അത് ധാരാളം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തൊന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് ഇത് വേവുകയും ചെയ്യും, ഉപ്പ് ഇറങ്ങുകയും ചെയ്യും. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് വലിയ പണിയാണെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ ഈ പച്ചക്കറികളൊക്കെ അരിയുന്നത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കുറച്ചൊക്കെ ടൈം എടുക്കുന്ന സംഭവമാണ്. അതിൻ്റെ ഇടയ്ക്ക് തെന്നു വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ മണമൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെ അതിന് ശേഷം അതൊന്ന് വെന്ത് കഴിഞ്ഞപ്പം ഞാൻ ഈ ചിക്കൻ കുറച്ച് വേവിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ അത് വേവിച്ചത് ഞാൻ ഇതിനകത്തോട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഉപ്പ് ചിക്കനിലേക്കും പിടിക്കും. ഞാൻ ഓൾറെഡി ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഉപ്പ് ഈ വെജിറ്റബിൾസിനും കൂടെ അതിനകത്ത് കയറുന്നതായിരിക്കും. ഫ്രൈഡ് റൈസ് അപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. എളുപ്പമാണ് കേട്ടോ. വലിയ ടൈം കൺസ്യൂമിങ് വരുന്നത് ഈ പച്ചക്കറി അരിയുന്നതിനാണ്. അതിനുശേഷം ഞാൻ കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്, ടൊമാറ്റോ സോസും ഒഴിക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ കൺസിസ്റ്റൻസി കണ്ടോ, നമ്മളുടെ ഈ ഫ്രൈഡ് റൈസിൻ്റെ അപ്പിയറൻസ് തന്നെ കാണുമ്പോൾ നല്ല ടേസ്റ്റുള്ള പോലെ ഉണ്ട് അല്ലേ. ഇതിന് ശേഷമാണ് നമ്മൾക്ക് തണുപ്പിക്കാൻ വെച്ചിരിക്കുന്ന റൈസ് പുറത്തേക്ക് എടുക്കുക. ഞാൻ സ്ട്രെയിനറിൽ വെച്ചിട്ടുള്ളത് കാരണം തന്നെ വെള്ളം മുഴുവൻ വലിഞ്ഞു പോയിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. പതുക്കെ കുറച്ച് പോർഷൻ റൈസ് എടുത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ നമുക്ക് മുട്ടയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ റൈസിനകത്തോട്ട് തന്നെ മുട്ട ഇടുകയാണ് കേട്ടോ. അതിന് നടുക്കൊരു കുഴിയൊക്കെ കുഴിച്ച് അതിനകത്തോട്ടാണ് ഞാൻ മുട്ടയൊക്കെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫ്രൈഡ് റൈസ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വ്ളോഗുമായിട്ട് പിന്നീട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഒന്നും അറിയാത്ത എന്നെക്കൊണ്ട് ഇത്രയൊക്കെ സാധിച്ചെങ്കിൽ നിങ്ങൾക്കും എന്തും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ആൻഡ് ബൈ.